മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ പഴിചാരരുത് എന്ന് KNM ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടതായി പത്രത്തിൽ കാണാനിടയായി. കേരളീയ ചരിത്രത്തിൽ സംഘടനാ ചേരിതിരിവിലും അഭിപ്രായ ഭിന്നതകളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് പങ്കുണ്ടായിട്ടില്ലേ? എന്താ പറയുന്നത്? സമുദായത്തിലെ വിവിധ സംഘടനകൾക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്ത് പഴിചാരരുതെന്ന് ആരാ മുജാഹിദ് പ്രസ്ഥാനത്ത് പറയുന്നത്? സമസ്തക്കകത്തെ പ്രശ്നത്തിന് കാരണം മുജാഹിദാണ് എന്നാരോ പറഞ്ഞു. സമസ്തക്കകത്തെ പ്രശ്നം എന്നാണല്ലോ ഇവിടെ കാണുന്നത്. പിന്നെ മുജാഹിദിൻ്റെ അകത്തെ പ്രശ്നങ്ങൾക്കാണെങ്കിൽ ആ മുജാഹിദ് തന്നെ കാരണം. മുജാഹിദുകൾ ഇപ്പോൾ എത്ര വിഭാഗ, ഏതെല്ലാം ഗ്രൂപ്പുകളാണ്? ആ ഗ്രൂപ്പുകളായി പിരിഞ്ഞിട്ടുള്ളതിനൊക്കെ പിന്നെ നമ്മൾ സംസ്ഥാനക്കാരാണോ കാരണക്കാർ? സമസ്തക്കാരാണോ? ഓലനല്ലേ? അപ്പോൾ സംഘടനകൾക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുജാഹിദ് സംഘടനകൾക്കകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നാണെങ്കിൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. അവരെന്തൊക്കെയോ കാര്യം പണ്ട് ശിർക്കാന്ന് പറഞ്ഞതിനു അതൊന്നും ഇപ്പോൾ ശിർക്കല്ല എന്നു വേറൊരു കൂട്ടർ. അവർ പണ്ടെല്ലാം കാര്യങ്ങൾ കുഫറാന്ന് പറഞ്ഞിരുന്നു, അതൊന്നും കുഫറല്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ. അവരേതൊക്കെയോ ജിന്നുകളെയും മറ്റൊക്കെ നിഷേധിച്ചിരുന്നു, അതൊന്നും നിഷേധിക്കാൻ പറ്റിയല്ല, സ്ഥാപിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ. ആ രീതിയിൽ പല കക്ഷികളായി പല വിഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ശക്തമായ രീതിയിൽ തന്നെ ആശയസംഘടന നടന്നു വരികയും ചെയ്യുന്നുണ്ട് മുജാഹിദ് ഗ്രൂപ്പുകൾക്കിടയിൽ, മുജാഹിദ് സംഘടനകൾക്കിടയിൽ. മദ്രസകൾ വ്യത്യസ്തമാണ്, പള്ളികളുടെ ഭരണങ്ങളും പിടിച്ചലക്കുകളും സ്ഥാപനവും ഒക്കെ വ്യത്യസ്തമാണ്, അതിൻ്റെ പ്രവർത്തന ശൈലിയും വ്യത്യസ്തമാണ്. അതൊക്കെ അവർക്കിടയിൽ നടക്കുന്നത് മുജാഹിദ് വിഭാഗത്തിന് പഴിചാരരുത് എന്ന് പറയാൻ പറ്റില്ല, അവർ തന്നെയാണ് അതിന് പഴി കേൾക്കേണ്ടത്. അതേ സമയത്ത് സമസ്തയുടെ പ്രശ്നങ്ങൾക്ക് അവരാ ഉത്തരവാദികൾ എന്ന് ആരെങ്കിലും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് പുത്തൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പുത്തൻ ചിന്താഗതികൾ സുന്നികളിലെ പ്രബോധകന്മാരിലേക്ക് വരെയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ പുത്തൻവാദികൾക്ക് പങ്കുണ്ട്. തദടിസ്ഥാനത്തിലുള്ള പുത്തൻവാദങ്ങളും അതേ രീതിയിലുള്ള വിദഅത്ത് ചിന്തകളുമൊക്കെ സുന്നി പ്രബോധക സംഘങ്ങളിലും പുന്നി സ്ഥാപനത്തിൻ്റെ മേധാവികളിലും സുന്നികളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരിലും പ്രസംഗിക്കുന്നവരിലുമൊക്കെ ഇട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണെങ്കിൽ അത് മുജാഹിദ് വിഭാഗവും ജമാഅത്ത് വിഭാഗവും ഇവിടെ ഉറക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്നല്ലാതെ സംഘടനക്കകത്ത പ്രശ്നങ്ങൾക്ക് അവരാണ് കാരണം എന്ന് ആരും പറയുന്നതായി കേട്ടിട്ടില്ല. പഴിചാരരുത് എന്നും പറഞ്ഞ് ഒരു ശബ്ദം, പ്രത്യേക ഒരു ശബ്ദം ആ പേരിൽ സംഘത്തിൻ്റെ പേരിൽ വരണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ പ്രസ്താവനക്കുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.